നല്ല പഞ്ഞിക്കെട്ട് പോലെ സോഫ്റ്റായ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ്, സോഡാപ്പൊടി ഇതൊക്കെ ചേർക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇതിൽ അങ്ങനത്തെ ഒരു സാധനവും ചേർക്കുന്നില്ല. അപ്പോൾ വട്ടയപ്പം നമ്മൾ സാധാരണ ചായക്ക് ഉണ്ടാക്കാറുണ്ട്, കുറച്ച് മധുരമൊക്കെ അധികം ഇട്ടിട്ട്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കറീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഒരുപാട് പച്ചരി ഒന്നും എടുത്തിട്ട് അങ്ങനെ ഒരുപാടൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ഒരു ചെറിയ വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു 6 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനധികവും തേങ്ങ ഇല്ലാണ്ടാണ് വട്ടയപ്പമൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ കുറച്ച് നല്ല വെള്ള കളറുള്ള തേങ്ങ, അതായത് അതിൻ്റെ ആ കറുപ്പ് പാർട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കുന്നതാണെങ്കിൽ നമ്മൾ വട്ടയപ്പം നല്ലൊരു വെള്ള കളറിൽ കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ചോറാണ്. അപ്പോൾ ചോറും അതുപോലെ വെള്ള ചോറ് എടുത്തിട്ടുണ്ടെങ്കിൽ അതും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ നമ്മളെ മട്ടേരി വെച്ചിട്ടാണ് ചോറുണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഈ ചോറ് എടുത്തത്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കള്ളാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കള്ളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മളെ അരിൻ്റെയും ചോറിൻ്റെയും ഒക്കെ മേലെ നിൽക്കുന്ന വിധത്തിൽ കള്ളൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഒരു തരിയൊന്നും ഇല്ലാണ്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളെ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒന്ന് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ രാത്രിയാണ് അരച്ച് വെക്കുന്നത്. രാവിലത്തേക്ക് നമുക്കിതൊന്ന് നോക്കാം. ഏകദേശം ഒരു 7-8 മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ രാവിലത്തേക്ക് നമ്മളെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാത്തതുകൊണ്ടാണ് ഇത് നമ്മളെ എന്താ പറയണ്ടേ ഈ പാത്രത്തിന് കവിഞ്ഞ് നിൽക്കാത്തത്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയത്, അപ്പോൾ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെയാണ് ഞാൻ ഉണ്ടാക്കുന്ന സമയത്താണ് ഉപ്പ് ചേർക്കാറ്. അപ്പോൾ തലേന്നൊക്കെ അരച്ചിട്ട് ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ മാവും കൂടി പൊങ്ങി വരുമ്പം എന്താ പറയുക ഒരുപാട് പുളി ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് തലേന്ന് നമ്മൾ ഉപ്പ് ചേർക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം കൂടി ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനാവശ്യമുള്ള കറി തയ്യാറാക്കാം. അപ്പോൾ കറി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് കടലക്കറിയാണ്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇതിന് നല്ല ടേസ്റ്റാണ്. അതുപോലെ മുട്ടക്കറി, അതുപോലെ നമ്മളെ ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ കടലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് കടല ഞാനിവിടെ വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഉള്ളി, അതുപോലെ ഒരു കഷ്ണം തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് നമ്മളെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടേനും വേവിക്കുന്ന സമയത്ത്. അപ്പോൾ കുക്കറിലായതുകൊണ്ട് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വേവാതിരിക്കുന്ന പ്രശ്നമൊന്നും നമുക്ക് വരില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങേൻ്റെ 1-ാം പാലും 2-ാം പാലും ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങേൻ്റെ 2-ാം പാലാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഈ കുക്കറിൽ തന്നെ ഇട്ടിട്ട് വറ്റിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇറച്ചി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇറച്ചി മസാല ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാം. ഇറച്ചി മസാല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിക്കൻ മസാലയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മസാല ഉണ്ടെങ്കിൽ മീറ്റ് മസാല ഏതായാലും ചേർക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും പൊടികൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയോ അതുപോലെ മല്ലിപ്പൊടിയോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഒരു ഇത്തിരി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറിയാണ്. മിക്ക ആൾക്കാർ ഇതുപോലെ തന്നെ ആയിരിക്കും വെക്കുന്നുണ്ടാകുക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതിലേക്ക് തേങ്ങേൻ്റെ 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തിളക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക്, കറിവേപ്പില, അതുപോലെ വറ്റൽമുളകൊക്കെ ഒന്ന് വറുത്തിടുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഇതിൽ തക്കാളി, ഉള്ളി, അതുപോലെ ഇഞ്ചിയും പച്ചമുളകൊക്കെ വഴറ്റിയിട്ടായിരിക്കും കടലക്കറി വെക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ കുക്കറിൽ കടലേൻ്റെ കൂടെ ഒരുമിച്ച് വേവിച്ചിട്ട് തയ്യാറാക്കുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വട്ടയപ്പം ചുടാൻ തുടങ്ങാം. അപ്പോൾ നേരത്തെ വെച്ച മാവ് ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിൽ ഇതുപോലുള്ള പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു ഇതിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ചെറിയ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പാത്രത്തിൽ എണ്ണ തടയതിന് ശേഷം നമ്മൾ എത്രയാണോ മാവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വേവിക്കുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും.
അപ്പോൾ വെള്ളം വെക്കുമ്പോൾ ഒരുപാട് വെള്ളം വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ വെള്ളം തിളക്കുന്ന സമയത്ത് ഈ പ്ലേറ്റിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, എന്താ പറയേണ്ടത്, എല്ലാം ചളി പോലെ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് വെള്ളം വെക്കുന്നത് സൂക്ഷിച്ചിട്ട് വെക്കുക. അപ്പോൾ അടുപ്പത്തു നിന്ന് പുറത്തേക്ക് മാറ്റിയതിന് ശേഷം ഇതാ നല്ല പോലെ ഒന്ന് തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇതിൽ പറ്റുന്നൊന്നുമില്ല, എല്ലാം നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ സൈഡിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പ്ലേറ്റിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ പ്ലേറ്റിൻ്റെ അടിയിൽ നല്ലപോലെ എണ്ണ പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് വൈകുന്നേരത്തെ ചായക്കൊക്കെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചധികം നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇതാ പ്ലേറ്റിൽ നിന്ന് ഞാനിതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണിത്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചായക്കൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ നല്ല വെള്ള കളറുള്ള തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്ത ചോറ് കുറച്ച് കുത്തരിൻ്റെ ആയതുകൊണ്ട് ആ ഒരു ബ്രൗൺ കളർ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എന്താ പറയണ്ടേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കറീൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ അധികം മധുരമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ സാധാരണ കപ്പി കാച്ചിട്ടും കുറുക്കിയിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കാറ്. അല്ലെങ്കിൽ ഈസ്റ്റ് സോഡാപ്പൊടി ഒക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കള്ള് വെച്ചിട്ടാണ് തയ്യാറാക്കിയത്. അപ്പോൾ അത് എന്താ പറയുക, കള്ള് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ ഈ വട്ടയപ്പത്തിന് സാധാരണ പ്ലേറ്റ് അപ്പം എന്നാണ് പറയുന്നത്, ഇതുപോലുള്ള പ്ലേറ്റിൽ തയ്യാറാക്കുന്നത് കൊണ്ട്. അപ്പോൾ ആരെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയിട്ട് അതിന് കൂടെ ഒരു ചിക്കൻ കറിയൊക്കെ ആണ് തയ്യാറാക്കിയിട്ട് വിരുന്നുകാർക്ക് കൊടുക്കാറ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണിത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ കടലക്കറിയും ഇതാ കുറച്ചുകൂടി കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി തന്നെയാണിത്. നമ്മളിതിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റ് മസാലയൊക്കെ ചേർക്കുമ്പോൾ ഇതിൻ്റെ രുചിയൊന്ന് പ്രത്യേകിച്ച് കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കടലക്കറി ഇതുപോലെ നിങ്ങൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് തയ്യാറാക്കി എന്തായാലും നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്